സംസ്ഥാന അതിർത്തിയിലെ തേനി ജില്ലയിൽ മഞ്ഞളാർ അണക്കെട്ടിലെ ജലനിരപ്പ് 55 അടിയായി ഉയർന്നതിനെ തുടർന്ന് ഇവിടെ നിന്നും ജലം തുറന്നുവിട്ടു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. തേനി, ദിണ്ടിക്കൽ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ അവസാനഘട്ട വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് മഞ്ഞളാർ അണക്കെട്ടിലെ ജലം തുറന്നുവിട്ടത്. കൊടൈക്കനാൽ വനമേഖലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് പെരിയകുളത്തിന് സമീപം 57 അടി സംഭരണശേഷിയുള്ള മഞ്ഞളാർ അണക്കെട്ടിലെ ജലനിരപ്പ് 55 അടിയിലെത്തിയത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തേനി, ദിണ്ടിക്കൽ ജില്ലകളിലെ ദേവനാഥപ്പെട്ടി, ശിവജ്ഞാനപുരം, വെത്തലകുണ്ട് ഉൾപ്പെടെയുള്ള മലഞ്ചെരുവിലെ ജലം ഒഴുകുന്ന തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ 435.32 ദശലക്ഷം ഘനയടി ജലമാണ് അണക്കെട്ടിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ളത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. 94 ഘനയടി വെള്ളമാണ് മിച്ചജലമായി തുറന്നുവിട്ടിട്ടുള്ളത്. ഇതിനിടെ മഴ ശക്തിപ്പെടാത്തതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 117.70 അടിയായി തുടരുകയാണ്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ 527 അടിയും തമിഴ്നാട്ടിലേക്ക് 511 ഘനയടിയും ജലം തുറന്നുവിട്ടിട്ടുമുണ്ട്. മുല്ലപ്പെരിയാർ ജലം സംഭരിക്കുന്ന തേനി ജില്ലയിലെ വൈഗയിൽ 47.41 ഘനയടി ജലമാണ് ഇപ്പോഴുള്ളത്. 71 അടിയാണ് വൈഗ ഡാമിന്റെ സംഭരണശേഷി. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.